ഭീഷണിയല്ലേ? യെസ്. അതിലിങ്ങനെ ചൊറിയാതെ ഇത് മാറും. നിനക്കിങ്ങനെ പറയാ, എനിക്ക് ചൊറിയണ. അയ്യോ ധനിരമ്മ ഇവിടെ ഇരി. ഞാൻ പോയി ടൈൽ എടുത്തിട്ട് വരാം. എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ ബഡ്ജറ്റ് വേണ്ടാണ്. എല്ലാം കൂടി ഇതിനകത്ത് എങ്ങനെ സെറ്റ് ചെയ്തു? സാറേ ബഡ്ജറ്റിന്റെ കാര്യം എന്തൊക്കെ പറഞ്ഞാലും മൈക്ക് സെറ്റ് നമുക്ക് പുറത്തുണ്ട്. എന്താ വിജയ ഒരു ചർച്ച? അല്ല സാറേ, ചന്ദ്ര സാർ റിട്ടയർ ചെയ്യാൻ ഈ ഒരു മാസമല്ലേ ഉള്ളത്. അതിന്റെ ഫംഗ്ഷന് മൈക്ക് സെറ്റ് പുറത്തെടുക്കുന്ന കാര്യം പറയുന്നു. ഇവിടെ ഇരിക്കണമെങ്കിൽ ഒരു പൊരിച്ചിൽ മാത്രമേ വെളിയിൽ കേൾക്കുള്ളൂ. എന്താ അങ്ങനെ? പിന്നെ സാറ് വേണം ഇതിലൊക്കെ ഉത്സാഹിച്ച് മുമ്പ് നിൽക്കാൻ. അടുത്ത HM സാറാണല്ലേ. നമുക്ക് ചെയ്യാം. ഓ സാറേ, സാർ അച്ഛമാവുമ്പോഴെങ്കിലും ഈ ഓടൊക്കെ ഒന്ന് മാറ്റി സ്കൂളൊന്ന് വൃത്തിയാക്കി എടുക്കണം. ഇതൊക്കെ എന്ന് ഇടിഞ്ഞു പൊളിഞ്ഞ് തലയെ കൂടെ വീഴുമെന്ന് ആർക്കും പറയാൻ പറ്റൂല. ഓട് മാത്രമല്ല മുരളി, മൊത്തത്തിലൊന്ന് വൈറ്റ് വാഷ് ആവാനുണ്ട്. ചേട്ടൻ്റെ ആറ്റിറ്റ്യൂഡ് മൊത്തത്തിലൊരു വൈറ്റ് വാഷ്. സാർ. അമ്പാടി. അത് സാർ, ക്ലാസ്സിൽ വീണ്ടും പുഴു. ധന്യ നന്നായിട്ട് കടിച്ചു. അത് ഈ കാലാവസ്ഥയുടെ വല്ലതൊക്കെ ആയിരിക്കും, മാറിക്കോളും. അപ്പം ഞാൻ എന്ത് ചെയ്യാനാ? സാർ, ഞാൻ കുറേ തവണ എല്ലാവിടെയും പറയും നടന്നു, എന്നിട്ടും. അമ്പാടിയെ കടിച്ചോ? ഇല്ല. അമ്പാടിയെ കടിച്ചോ? ഇല്ലല്ലോ. ഇല്ല. പിന്നെ നിനക്കെന്താ പ്രശ്നം? എടാ, അവരിത്തിരി കടിയൊക്കെ കൊള്ളട്ടെ. നീ കയ്യിലിടപെടണ്ട കേട്ടോ. പിന്നെ അമ്പാടി, അതെ, നമ്മൾ ഈ തൊട്ടി പിള്ളേരുടെ കാര്യത്തിലൊന്നും ഇടപെടണ്ട. നമുക്ക് നമ്മുടെ കാര്യം മനസ്സിലായല്ലോ. ക്ലാസ്സിൽ പോ. ബാടി, സ്റ്റാഫ് റൂമിൽ പോയിട്ട് ടീച്ചേഴ്സ് ഗൈഡിങ് എടുത്തുണ്ടോ? ഡെസ്കിലുണ്ട്. അമ്പാടി, അമ്പാടി. സാർ, ധന്യെ പുഴു അടിച്ച്. എന്നാ തൈരെടുത്ത് കേൾക്കാൻ പറ. സാർ, ധന്യെ മാത്രമല്ല, കുറേ പേരെ പുഴു അടിച്ച്. അമ്പാടി, ഞാൻ നിന്നോട് പറഞ്ഞു, ഇത് കാലാവസ്ഥ കാരണം മാറിക്കോളുന്നു. ഇതിപ്പോൾ എന്തെങ്കിലും ചെയ്യണം സാർ. സാറിനോട് ഞാൻ മുമ്പേ പറഞ്ഞല്ലേ, എന്നും ഈ പുഴുവടി കൊള്ളാൻ വയ്യ. അമ്പാടി ഇരിക്കും, നമുക്ക് നോക്കാം. ഇപ്പം നോക്കണം സാർ. അമ്പാടിയോടല്ലേ ഇരിക്കാൻ പറഞ്ഞു? വീട്ടിൽ നിന്ന് വിളിപ്പിക്കണോ? സാറ് വിളിച്ചോ, പക്ഷെ ഇതിപ്പോൾ എന്തെങ്കിലും ചെയ്യണം. ഇരിക്കടാ റാസ്കൽ. രണ്ടക്ഷരം പഠിക്കുന്നു വെച്ച് തലേ കയറി നടക്കുന്നോ? എന്നാ നീ പഠിപ്പിക്കടാ. അല്ല, എവിടെ വന്നേ നീ? എന്താ നിനക്കൊന്നും മിണ്ടായില്ലേ? ഒന്നും മിണ്ടായില്ലേന്ന്? എല്ലാത്തിനോടും പറയാ, എനിക്കറിയാം ക്ലാസ് എങ്ങനെ ഉണ്ടാക്കണ്ടേന്ന്. കുറെ വർഷമായി ഈ പരിപാടി തുടങ്ങിയിട്ട്. നിനക്കിരിക്കാൻ വയ്യല്ലേ? ക്ലാസ് കഴിയുന്നവരെ ഇവിടെ തന്നെ നിന്നാ മതി. എല്ലാവരും 6ാമത്തെ ചാപ്റ്റർ എടുക്കുക.
10 മിനിറ്റ്. സാർ പെട്ടെന്ന് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തു. ഇത് കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് വരാവേ. എല്ലാരും എത്തിയില്ലേ? ഈ പുഴുപ്രശ്നം ആഴ്ചകളായിട്ടുള്ളത് നിങ്ങളാരും അറിഞ്ഞില്ലേ? ആരെങ്കിലും സമാധാനം പറയേ. സാറേ അത് പിന്നെ ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞേ. ഓ, നിങ്ങളെല്ലാവരും ആ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതല്ലേ? ചിത്ര ടീച്ചർ നിങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ലേ? സാറേ അതാ ബാക്ക് ബെഞ്ചിലോട്ടേ ഉള്ളൂ. അതെന്താ? ബാക്ക് ബെഞ്ചുകാരും മനുഷ്യരല്ലേ? അതിന് ഞാൻ എന്ത് ചെയ്യണമെന്നാ സാറ് പറയുന്നത്? ഇന്നലെ അവനെങ്ങനെ കാണിച്ചെന്ന് വെച്ച് മതി. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. വിജയ, ഈ ക്ലാസ് തന്നെയല്ലേ ഞാനും മാറ്റി തരാന്ന് പറഞ്ഞു. നീ പറഞ്ഞു, അവൻ ചെയ്ത്. എന്നാലും നമ്മുടെ അടി അവൻ കൊണ്ടുപോയല്ലേ. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ? നല്ല ക്ലാസ്. ഓ കൊള്ളല്ലേ. ഞാൻ ഇവിടെ ഇരിക്കാം. ശ്രീകുട്ട, എന്തിത്ര ആലോചന? നമുക്കിനി പിള്ളേരൊന്നും വേണ്ടേ? ഷേ അങ്ങനെ പറയല്ലേ. 3 എണ്ണം വേണമെന്നായിരുന്നല്ലോ ഗുപ്തന്. ബെസ്റ്റ്. നിന്നെ ഈ കോലത്തിൽ കാണുമ്പോൾ തന്നെ പേടിയാവണം. ഓ കേറി. മനോഹര ചേട്ടാ. സാറേ ഞങ്ങൾക്ക് മനസ്സിലായില്ലേ നമ്മളെ ശ്രീകുട്ടനെ പഠിപ്പിക്കുന്ന സാറ്? ഡേഞ്ചർ കപ്പിൾ. നീ വന്നേ. സാറേ ശ്രീകുട്ട, അച്ഛനൊന്നുമില്ലടാ, ഓക്കെയാണ്. ടീച്ചറിനെ മരുന്ന് കഴിക്കുന്ന സമയം ഞാൻ പോട്ടെ. ഒരു ദുഃഖവാർത്തയുണ്ട്. ഞാനിപ്പോൾ ആശുപത്രിയിൽ നിൽക്കുകയാണ്. ഒരു സേവ് ദ ഡേറ്റ് ടീമിന്റെ പറക്കണ ക്യാമറ ദിശ തെറ്റി തലേ വീണ് പരിക്ക് പറ്റിയ നമ്മുടെ ശ്രീകുട്ടന്റെ അച്ഛൻ മനോഹരൻ ചേട്ടനെ ആശുപത്രിയിൽ വെച്ച് നമ്മുടെ ഗുപ്തൻ സാറും ചിത്ര ടീച്ചറും അവിചാരിതമായി കണ്ട വിവരം വ്യസന സമേതം അറിയിക്കുന്നു. നമുക്ക് മനോഹരൻ ചേട്ടനോട് പ്രാർത്ഥിക്കാം. ഒരു കാര്യം, ആ സേവ് ദ ഡേറ്റ് വീഡിയോ മറ്റാരുടെ അല്ലായിരുന്നു, നമ്മുടെ മായ ടീച്ചറിന്റെയും രാകേഷിന്റെയും ആയിരുന്നു. ചെറിയ ലോകം. ഒരു ദുഃഖവാർത്തയുണ്ട്. നമ്മുടെ ഗുപ്തൻ സാറും ചിത്ര ടീച്ചറും ഒരു ദുഃഖവാർത്തയുണ്ട്. ഞാനിപ്പോൾ ആശുപത്രിയിൽ പറക്കണ ക്യാമറ ദിശ തലേ വീണു. ദുഃഖവാർത്തയുണ്ട്. പറക്കണ ക്യാമറ പാട്ടൊക്കെ പിന്നെ എന്നാടേ? അതല്ലടേ, അങ്ങേര് കയറി കണ്ട സ്ഥിതിക്ക് ഇന്ന് വെള്ളി, നാളെ ശനി, മറ്റന്നാ ഞായർ. സിസ്റ്ററെ, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഏയ് പേടിക്കാനൊന്നുമില്ല.
ആടാ ആ ശ്രീകുണ്ട് അച്ഛൻ അങ്ങനെ ഉണ്ട്. എന്തോ അറിഞ്ഞോളൂ സാർ. സാർ കുഞ്ഞാവളെ ഇപ്പൊ കാണാൻ പറ്റുമോ? ഇപ്പൊ വരും. നിങ്ങളെല്ലാം കഴിച്ചോ? ചിത്രയുടെ ബൈസ്റ്റാൻഡേഴ്സ് ആരാ?